നമസ്കാരം. ടോപ്പ് റാങ്ക് ലൈഫിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പരീക്ഷാ കാലഘട്ടം ആണിപ്പോൾ. ഒരുപാട് പരീക്ഷകൾ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ്. ഒരുപാട് പരീക്ഷകളുടെ ഡേറ്റ് വന്ന സമയമാണ്. ക്രൂഷ്യലായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരുടെ മുന്നിലേക്ക് വരുന്ന ഒരുപാട് മോട്ടിവേഷൻസ് ഉണ്ടാവാം, ഒരുപാട് അഡ്വൈസുകൾ ഉണ്ടാവാം, ഒരുപാട് ഉപദേശങ്ങൾ ഉണ്ടാവാം, ഒരുപാട് നെഗറ്റീവ് കമൻസുകൾ ഉണ്ടാവാം. ഇതിനെ ഒക്കെ വേണ്ടതിനെ എടുത്ത് നെഗറ്റീവ്സിനെ പുറത്തേക്ക് തള്ളി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പരീക്ഷാ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത് ഒരിക്കലും പഠനവുമായി ബന്ധപ്പെട്ടതല്ല, സിലബസുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പഠനത്തിന്റെ കാര്യം പറയും, സിലബസിന്റെ കാര്യം പറയും, അതൊന്നുമല്ല. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള 100% സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു മൈൻഡ് വേണം. അത് പ്രധാനമായും കിട്ടേണ്ടത് നെഗറ്റീവ്സിനെ ഒഴിവാക്കി പോസിറ്റീവ്സിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പഠിക്കുന്നു എന്ന് നിങ്ങളുടെ വീട്ടുകാരല്ലാതെ ഒരൊറ്റ ആളുകളും അറിയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു PG ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന, ഞാൻ പറയുന്നത് PSC ഒരു എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കാൻ പോകുന്ന ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വഴി എന്ത് എന്നൊരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അക്കാഡമിക് ഇത് കഴിഞ്ഞല്ലോ, ഇനി എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മളുടെ വീടിന് പുറത്തുള്ള ഒരാൾ, ഈവൻ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു ആണെങ്കിൽ കൂടിയും ഒരു കാരണവശാലും നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കാൻ പോകുന്നു എന്ന് പറയാൻ പാടില്ല. അത് നിങ്ങളുടെ രക്ഷകർത്താക്കളെയും അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്നതാണ് ചെയ്യുന്നത് എന്ന് ഒരിക്കലും എംഫസൈസ് ചെയ്ത്, അല്ലെങ്കിൽ അത് തന്നെയാണ് ചെയ്യുന്നത്, അതിനു വേണ്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് എൻ്റെ ലക്ഷ്യം, അതാണ് അവളുടെ ലക്ഷ്യം എന്ന് മറ്റൊരാളോട് പറയാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത് അങ്ങനെ പറയരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ പറയാം. സപ്പോസ് ആദ്യത്തെ ഒരു 6 മാസം നമ്മൾ പഠിച്ച ആദ്യത്തെ എക്സാം വരും. ആദ്യത്തെ എക്സാമിന് ചിലപ്പോൾ നമുക്ക് മികച്ച വിജയം നേടണമെന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടെന്നും പരീക്ഷ വരുന്നുണ്ടെന്നും ചുറ്റുപാടുമുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉയർച്ചയെക്കാളും താഴ്ച ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. താഴ്ച വരുമ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും, ഉയർച്ച വരുമ്പോൾ മൗനമായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലും ഉള്ളത്. അപ്പോൾ അത്തരം ആളുകൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ കിട്ടിയില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വീണ്ടും ചോദിക്കും, അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും. വീണ്ടും നമ്മൾ തയ്യാറെടുക്കും. ചിലപ്പോൾ വർഷങ്ങളും മാസങ്ങളും ഒക്കെ പോകുമ്പോഴത്തേനും ഇതൊരു മെന്റൽ ട്രോമയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ അതിനാണ് ഈ നാട്ടുമ്പുറത്ത് കണ്ണുകൊള്ളുക എന്നൊക്കെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ആ മെന്റൽ ട്രോമ വരുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻസും മറ്റ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നമുക്ക് കടന്നു വരികയും അത് നമ്മളെ മാനസികമായി തളർത്തുകയും അത് നമ്മുടെ സ്റ്റഡീസിനെ ശരിക്കും ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അറിയാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛൻ അമ്മ മാത്രം, അതുപോലെ നിങ്ങളുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളോടും നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള വിവരം ആരെയും അറിയിക്കരുത് എന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കുക. എല്ലാ പരീക്ഷയ്ക്ക് പോകുന്നതൊക്കെ കാണും, പക്ഷെ നമ്മൾ വ്യക്തമായി അതിനു വേണ്ടിയാണ് തയ്യാറെടുക്കുന്നത് എന്നുള്ള കാര്യം ഒരാളും അറിയാൻ പാടില്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനത് ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി മിക്ക ആളുകൾക്കും ഇല്ലാത്ത ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ടോപ്പിക് എടുക്കും. പക്ഷെ ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കണമെന്നില്ല. ഒരു ടോപ്പിക്കിന് കൃത്യമായ സമയം വെച്ച് നമ്മൾ കൃത്യമായും എല്ലാ ദിവസവും അങ്ങനെ കൊണ്ടുപോകുക. അതിനാണല്ലോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്.
ഒരു പരീക്ഷ കിട്ടിയില്ല, അടുത്ത പരീക്ഷ കിട്ടിയില്ല, മൂന്നാമത്തെ പരീക്ഷയും കിട്ടിയില്ല. സോ ഒരിക്കലും നമ്മൾ തളർന്നു പോകാൻ പാടില്ല. കൺസിസ്റ്റൻസി നിലനിർത്തുന്നിടത്താണ് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ജനിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ റിവിഷനാണ്. എല്ലാ ആളുകളും ടോപ്പിക്കും സിലബസും പഠിച്ചു തീർക്കാനുള്ള സമയമാണ് കൊടുക്കുന്നത്. എങ്ങനെയും സിലബസ് തീർക്കുക. പക്ഷെ ആ സിലബസ് തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകും, അത് അത്യാവശ്യമുള്ള കാര്യമാണ്. ആ സിലബസിൻ ഓരോ പുതിയ സിലബസ് പഠിക്കും തോറും അതിൻ്റെ പുറകെ ഉള്ള സംഭവത്തെ ഓർത്തിട്ട് വേണം നമ്മളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ രാവിലെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ രാവിലെ നിങ്ങൾക്കൊരു പുതിയ ടോപ്പിക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയണം. അങ്ങനെ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് ശരിക്കും അത് മൈൻഡിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. ഇപ്പം ചില ആളുകൾക്ക് മോർണിംഗ് ഒന്നും എഴുന്നേക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത് അവർ ലേറ്റ് നൈറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഫ്രഷ് ആയിട്ട് വെക്കുന്ന ഒരു ടൈം എപ്പോഴാണെന്ന് അറിയാം. ആ ടൈമിൽ ഏറ്റവും പുതിയതും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും 3-4 മണിക്കൂറിനുള്ളിൽ നമ്മളൊരു അത്യാവശ്യം നല്ലൊരു ഭാഗം കവർ ചെയ്യാൻ പറ്റും നമുക്ക്. ആ കവർ ചെയ്യുമ്പോൾ ആ ദിവസത്തെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന ആ ഒരു സമയത്തെ ശരിക്കും അത് പോസിറ്റീവായിട്ട് ബാധിക്കും. അത് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാനും മറ്റൊരു ടോപ്പിക്ക് റിവൈസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആവുന്ന ടൈം, ഞാൻ പറഞ്ഞല്ലോ ഏർലി മോർണിംഗ് പഠനം വളരെ നല്ലതാണ്, എഫക്റ്റീവാണ്. പക്ഷെ ചില ആളുകൾക്ക് മോർണിംഗിൽ എഴുന്നേൽക്കാൻ സാധിക്കില്ല, ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളൊരു ഈ രാത്രി കാലങ്ങളിൽ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് മൈൻഡ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈം അതാണ്. ആ ടൈമിലാണ് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് പോസിറ്റീവ് അല്ല നെഗറ്റീവ് കാര്യം, നമ്മൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചാനലിലൂടെ ആണെങ്കിലും മറ്റ് ചാനലുകളിലൂടെ ആണെങ്കിലും ഒരുപാട് സ്റ്റഡി വ്ളോഗ്സുകൾ ഉണ്ടാവും. PSC ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒരുപാട് സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണും. അതെന്തിനാ? നമ്മൾ സ്വയം ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ. അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, അതിന് പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അങ്ങനെ ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് പഠിക്കണം എന്ന് തോന്നും. ആ തോന്നലിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് അത് ഒരു വിജയമായിരിക്കും. ഇനി ആ തോന്നൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കും മാത്രമേ ഉള്ളെങ്കിൽ അത് അവിടെ തീർന്നു, പിന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ വീഡിയോ, ചില ആളുകളുണ്ട് ഈ സക്സസ് സ്റ്റോറി വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരുന്ന് സമയം പോവും. ഇന്നത്തെ ദിവസം കഴിഞ്ഞു, അത് മടക്കി വെച്ചു, പോയി. നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യം അവിടെ നമ്മൾ ചെയ്തില്ല എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടു അപ്പോൾ നമ്മൾ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ മറ്റു റീൽസോ കാര്യങ്ങളോ കാണുന്നത് നമ്മളെല്ലാം സ്റ്റഡി ബേസ്ഡ് ആയിട്ടുള്ളതാണ് കാണുന്നത്. പക്ഷെ അവിടെയും നമുക്ക് ടൈം പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അതാണ് അവിടെ ഒരു നെഗറ്റീവ് എഫക്റ്റ് വരുന്നത് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് സ്റ്റഡി വ്ളോഗ്സും കാര്യങ്ങളും നമ്മൾ കണ്ട് സമയം കളയാതെ അതിനൊരു നിശ്ചിത സമയം കൊടുക്കുക. കാണാതിരിക്കുക. ചില ആളുകൾക്ക് അത് തന്നെയായിരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അത് അത്യാവശ്യമായിട്ട് കാണുവേണം, പക്ഷെ അത് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. അടുത്തത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരാളെ അനുകരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചു, നമ്മൾ നോട്ട്ബുക്സ് വാങ്ങി, പുസ്തകങ്ങൾ വാങ്ങി, നമ്മളൊരു കോച്ചിങ് അല്ലെങ്കിൽ ഒരു കോച്ചിങ് എടുത്തു, ഓൺലൈൻ ഓഫ്ലൈൻ വാട്ടെവർ എന്താണേലും നമ്മളൊരു സംഭവത്തിന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴായിരിക്കും ഈ സൈഡിൽ നിന്നും ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒക്കെ എന്ത് സംഭവിക്കുക, പലതരം ഉപദേശങ്ങൾ അല്ലെങ്കിൽ പലതരം പലതരം മാർഗങ്ങൾ കേൾക്കുന്നത്, പഠിക്കാനുള്ള മാർഗങ്ങൾ. അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഇതിലേത് നമ്മൾ ചൂസ് ചെയ്യും, ഇതിലേതാണ് കറക്റ്റ്, എങ്ങനെ പോയാൽ. അപ്പോൾ ഒരാൾ പറയും ഇന്ന ബുക്കാണ് നല്ലത്, അപ്പൊ നമ്മൾ ഓടിപ്പോയി ആ ബുക്ക് വാങ്ങും. വേറൊരാൾ പറയും അത് മൊത്തം ഇരുന്ന് വായിക്കേണ്ട ആവശ്യമില്ല, ഇന്ന വീഡിയോ കണ്ടാൽ മതി, പരീക്ഷ ടൈം ആകുമ്പോൾ അത്രയും മതി എന്ന് പറയും. സ്വാഭാവികമായിട്ടും ആ ബുക്കിനോട് നമുക്ക് മടുപ്പ് വരും. നമ്മൾ മറ്റൊരു പറഞ്ഞ വീഡിയോയുടെ പുറകെ പോകും. വേറൊരാൾ പറയും ഇന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലത്, മറ്റേത് അത്ര എഫക്റ്റീവ് അല്ല, ഇവിടെ ഇത്ര ടെസ്റ്റ് സീരീസ് കിട്ടും, ഇവിടെ ഇത്ര മോക്ക് ടെസ്റ്റുകൾ കിട്ടും എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് നേരെ മൈൻഡ്, അയ്യോ നമ്മളെടുത്തത് ശരിയല്ല, നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്, അവർ ചെയ്യുന്നത് അത് അത്രയും ആളുകൾക്ക് അവർ അത്രയും പറയണമെങ്കിൽ അവിടെ എന്തോ കാര്യമുണ്ട് എന്ന് നോർമലി ഒരു മനുഷ്യന് തോന്നും. സോ ആദ്യം അപ്പം ആ ഒരു മെന്റൽ ഇത് നമുക്ക് കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാര്യം അതിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുക എന്നുള്ളത്
അത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. കാരണം പലരും പല രീതിയിലാണ് പഠിക്കുന്നത്. പലർക്കും പല രീതിയിൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഓരോ ആളുകളും ഇൻഡിവിജ്വലി അവർ ഡിഫറെൻ്റ് ആണ്. ഓരോ ആളുകൾക്ക് പലതരം നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. നമ്മുടെ നെഗറ്റീവ്സും പോസിറ്റീവ്സും തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ആ ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റില്ല. കാരണം നമുക്കറിയാം നമ്മൾ പഠിച്ചാൽ ഇത്ര പഠിക്കുന്നു, റിവൈസ് ചെയ്യുന്നു, പരീക്ഷ എഴുതുന്നു. ഇതെല്ലാം ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അത് ഏത് രീതിയിൽ പഠിച്ചോട്ടെ, എങ്ങനെ രാവിലെ ആണേലും നടന്നാണേലും വായിച്ചാണേലും കേട്ടാണേലും എങ്ങനെയും പഠിച്ചോട്ടെ, നിങ്ങൾ പഠിക്കുന്നതിനകത്ത് ടോപ്പിക് ക്ലിയർ ആകുന്നുണ്ടോ, നിങ്ങൾ പഠിക്കുന്നതിനകത്ത് റിവിഷൻ നടക്കുന്നുണ്ടോ, നിങ്ങൾ പഠിക്കുന്നതിനകത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈ 3 കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേ ഓഫ് സ്റ്റഡി കറക്റ്റാണ്. അത് മറ്റൊരാൾ പറയുന്നത് കേട്ട് ഈ പോകുന്ന വഴിയിൽ ചിലപ്പോൾ ഇത് 3 ഏതെങ്കിലും ഒരെണ്ണം എന്താവും, ചിലപ്പം ഡ്രോപ്പായി പോകും. ചിലപ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഒരു രീതിയെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യം വരില്ല, നമുക്ക് സാധിക്കില്ല. ഇപ്പം ചില ആളുകൾ സക്സസ് സ്റ്റോറി കണ്ടിട്ട് ആ സക്സസ് സ്റ്റോറി രീതി ഒരാൾ പറയും, ഞാൻ രാവിലെ ഇത്ര മണിക്കൂർ പഠിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വീണ്ടും വന്നിരുന്ന് പഠിക്കും, ഞാൻ 24 മണിക്കൂർ അല്ലെങ്കിൽ 16 മണിക്കൂറും പഠിക്കും. ഇത് കേൾക്കുമ്പോൾ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പം ഇത് ഇത്രയൊന്നും സാധിക്കാതെ ജോലിക്ക് പോകുന്നവർ, വീട്ടമ്മമാര്, കുട്ടികൾ, അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കുറച്ച് സമയം മാത്രം കിട്ടുന്നു. അവർ വിചാരിക്കുന്നത് അവരിത് കേൾക്കുമ്പോൾ വിചാരിക്കുക ഇത്രയും സമയം പഠിച്ചാലേ കിട്ടുള്ളൂ, ഇത്രയും സമയം പഠിച്ചാലേ നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ. പക്ഷെ അങ്ങനല്ല. നമ്മൾക്ക് കിട്ടുന്ന 3 മണിക്കൂറാണെങ്കിലും 4 മണിക്കൂറാണെങ്കിലും 5 മണിക്കൂറാണെങ്കിലും 2 മണിക്കൂറാണെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ പ്ലാനിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് നമുക്ക് ആപ്റ്റ് ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ കളഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠന കാലഘട്ടത്തിൽ ഓർക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പഠന കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നും സ്റ്റഡീസായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒന്നും കൂടെ ബ്രീഫായിട്ട് പറയുന്നു. മറ്റുള്ളവർ പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. 2, നിങ്ങൾ പ്രോപ്പറായി റിവിഷൻ നടക്കുക. അത് ശരിക്കും നിങ്ങളുടെ മനസ്സിനെ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വളരെ പോസിറ്റീവായിട്ട് സ്റ്റഡീസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ട് സമയം കളയാതെ വീഡിയോസിന് പ്രത്യേകം ടൈം നിങ്ങൾ നൽകുക. 3, മറ്റുള്ളവരുടെ സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ അനുസരിച്ച് നിങ്ങളുടെ സമയത്തെ ക്രമീകരിച്ച് കൊണ്ടുപോകുക. നിങ്ങളുടെ സ്റ്റഡീസിൽ എന്തുൾപ്പെടുത്തുക? നിങ്ങളുടെ സിലബസ് കവർ ചെയ്യുന്നുണ്ടോ, റിവിഷൻ കവർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വരുന്ന പരീക്ഷകൾക്ക് ശ്രദ്ധിക്കുക. വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി എന്ന് തോന്നുന്നു. നിങ്ങൾ വേണമെങ്കിൽ 1:2 സ്പീഡിൽ ചെയ്ത് കണ്ടു നോക്കിക്കോ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.